Good morning, sir. Yes, good morning. Good morning, sir. Yes, good morning, Ammu. Good morning, sir. Okay, good morning. Good morning, sir. Okay, good morning. Okay, Abida, good morning. Okay, Nishida, good morning. Good morning, sir. Okay, Sanila, good morning. Okay, Fancy, Amina. Let us start. Arabichello, let us start. Okay. Sir. Okay, very good, very good. So far we were discussing about different type of tenses. We discussed about a simple present tense. We also discussed about a simple past tense. We again discussed simple future tense. And the last class we discussed a subject, whether love marriage or arranged marriage, which is more better. And we make a debate on that subject. Okay. Today we are going to take another tense. Our tense in the period present continuous എന്നാണ്. Present continuous. Present continuous എന്ന് പറയുമ്പോൾ what is going on at present? നമുക്കറിയാം സിമ്പിൾ പ്രസന്റ് സ്ഥിരമായിട്ട് ചെയ്യുന്നത്, സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞു പോയത്, സിമ്പിൾ ഫ്യൂച്ചർ വരാൻ പോകുന്നത്. ഓക്കെ, അത് മൂന്നുമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. Now we are going to next tense which is called present continuous. ആ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് an action which is going on now, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ, ഒരു പ്രവൃത്തിയെ ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പോ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പറയാം ഐ ആം ടീച്ചിങ് യു. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി പറയാം വി ആർ സ്റ്റഡിയിങ് അല്ലെങ്കിൽ വി ആർ ലേണിംഗ്. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ആ വേർഡിൽ അവസാനിക്കുമ്പോൾ അതിന്റെ കൂടെ എപ്പോഴും ഒരു ing ഉണ്ട്. ing. അപ്പൊ നമുക്ക് പറയാം ആദ്യം സബ്ജക്റ്റ് എഴുതുക, അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഒരു സ്ലാഷ്, ആം ഒരു സ്ലാഷ്, ആർ. ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. സബ്ജക്റ്റ് വന്നതനുസരിച്ച് മാറ്റി മാറ്റി ഉപയോഗിക്കും. ഓക്കെ, അപ്പോ സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് ബി പ്ലസ് ing. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ing. സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ വെർബ് പ്ലസ് ing. ഈ ഫോമിൽ വരുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയാം. ഇപ്പോ ഒരാളവിടെ മരം മുറിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാം ഹി ഈസ്, ഹി വരുമ്പോൾ ഈസ് വരുള്ളൂ. ഹി ഈസ് കട്ടിങ് ദ ട്രീ. അദ്ദേഹം മരം മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാനൊരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐയുടെ കൂടെ വരുമ്പോ ആം വരും. ഐ ആം ഡ്രിങ്കിങ് ടീ. അതുമല്ല എങ്കിൽ നിങ്ങൾ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് കുക്കിംഗ് ഫുഡ്. ഷീ ഈസ് കുക്കിംഗ് ഫുഡ്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ
സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എ പ്ലസ് വെർബ് പ്ലസ് ING. ഇതിനെയാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഒക്കെ നിങ്ങളൊന്ന് പറഞ്ഞേ പ്രസന്റ് കണ്ടിന്യൂസിന്റെ. We are going to temple. We are going to Temple. okay, very good. We are going to temple, or we are going to children are playing football. Okay, idea correct ആണ്. Children are playing football. Child എന്നായിരുന്നെങ്കിൽ അവിടെ ഈസ് വരും. Children എന്ന് പറഞ്ഞപ്പോൾ പ്ലൂറലായി. Okay, സൗമ്യ. They are drinking water. Okay, they are drinking water. Okay, അമ്മു പറയുന്നു I am driving the car. ഞാൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. I am driving the car. ഓക്കെ, ഇനി എനിക്ക് പറയാം യു ആർ ലിസൺ. The cat is chasing its tail. Okay, okay. Nishida. Okay, very good. I am washing clothes. Anupama. She is dancing. Sarida. We are speaking English. Safira. I am dancing on the stage. Gigimol. I am reading the book. Paris. Okay. എല്ലാം കറക്റ്റ് ആണ്, എല്ലാം കറക്റ്റ് ആണ്, കൃത്യമാണ്. യെസ്. The bird is flying. Birds ആണെങ്കിൽ ആറ് ശരിയില്ല. I am going to office. Srina. I am attending jobs and studies. Reshmi. Okay. Reshmi live ആയിട്ട് പിടിക്കാനുള്ള എക്സാമ്പിൾ. വെരി ഗുഡ്. യെസ്. Okay, very good. We are going to school. Okay. Tasni. Very good. കറക്റ്റ് ആണ്. യാതൊരു മിസ്റ്റേക്കും ഇല്ല, നിങ്ങൾ എഴുതിയെല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ രശ്മിയോടാണ് ചോദിക്കാം. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. രഞ്ജു ഇസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോ രശ്മി. ഹലോ. ഐ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന വെർബ് ഏതായിരിക്കും? ഈസ് ആയിരിക്കും, ആമായിരിക്കും, അതായിരിക്കും? ആം ആയിരിക്കും. ആം ആയിരിക്കും. ഈസ് വരില്ല. അനീഷ, I am eating food. ഇല്ല സർ. വരില്ലല്ലേ? പോലെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എത്രാമത്തെ അക്ഷരമാണ്? ലക്ഷ്മി, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എത്രാമത്തെ അക്ഷരമാണ്? 9th. അത് ഇംഗ്ലീഷ് പറഞ്ഞ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 9ാമത്തെ അക്ഷരമായിരുന്നു പറഞ്ഞു. ഓക്കെ. ശരിയാ സർ. ഓക്കെ. അത് വല്ലപ്പോഴും എക്സെപ്ഷൻ കേസ് വരുന്നുണ്ട്. ആ ഐ എന്നുള്ള ഇൻവെർട്ടർ കൊണ്ട് കൊടുക്കാൻ വേണം. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ വേറെ ഒന്നും പറയാം. ഐ ഇസ് ദ ലെറ്റർ ദാറ്റ് കംസ് ആഫ്റ്റർ എച്ച്. ഓക്കെ, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതൊക്കെ പിള്ളേരെ വല്ല തമാശക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ എവിടെയെങ്കിലും നിങ്ങൾ ഇറക്കിക്കോളൂ. യെസ്. അപ്പോ ഐ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സെപ്ഷണൽ കേസ്, അത് പൊക്കട്ടെ. ഐ കഴിഞ്ഞു കഴിഞ്ഞാൽ ആം എന്നുള്ളത് വരുള്ളൂ. ഐ ആം. ഓക്കെ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കി വാട്ട് ഈസ് മീൻ ബൈ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് മനസ്സിലാക്കി. സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എ പ്ലസ് വെർബ് പ്ലസ് ING എഴുതി കഴിഞ്ഞാൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോ ഒരു നിങ്ങൾ നടന്നൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും ഓരോ ബോർഡുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ അത് നോക്കണം. ഇത് ഏത് ടെൻസിലാണ് എഴുതിയേക്കുന്നത് നിങ്ങൾ നോക്കാം. സബ്ജക്റ്റും പറയുമ്പോൾ പ്രസന്റൻസും ഉള്ളൂ. അത് സിമ്പിൾ പ്രസന്റ് ആണ്. പാസ്റ്റ് ടെൻസ് ആണല്ലോ, സിമ്പിൾ പാസ്റ്റ് ആണ്. ഏത് ടെൻസിലാണ് ആ ബോർഡുകൾ, ആ വാചകങ്ങൾ, നിങ്ങൾ വീട്ടിൽ രാവിലെ പത്രത്തിന്റെ ഒപ്പം വരുന്ന നോട്ടീസിൽ വരുന്ന ഇംഗ്ലീഷ് എഴുതിക്കുന്ന വാചകങ്ങൾ ഏത് ടെൻസിലാണെന്നുള്ള കാര്യം നമ്മളൊന്ന് നോക്കുക. അപ്പൊ നമുക്ക് ആ ടെൻസ് അറിയാൻ പറ്റുന്നത് തന്നെ ഇംഗ്ലീഷിനെ കുറിച്ച് നമുക്ക് അറിയാനായിട്ടുള്ള ഒരു ത്വരയാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ ടെൻസ് സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എ പ്ലസ് വെർബ് പ്ലസ് ING. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ എങ്ങനെ ഉണ്ടാക്കും. ഇപ്പൊ ഷീ ഈസ് കമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വരികയാകുന്നു. യു ആർ ഡ്രിങ്കിങ്, നിങ്ങൾ കുടിക്കുകയാകുന്നു. ഐ ആം ടീച്ചിങ്. ഇതിന്റെ നെഗറ്റീവ്, നിങ്ങൾ വരികയാകുന്നില്ല, അവൾ പഠിക്കുകയാകുന്നില്ല, ഞാൻ പഠിപ്പിക്കുകയാകുന്നില്ല. അങ്ങനെയാണ് ആ നെഗറ്റീവ് വാചകങ്ങൾ വേണമെങ്കിൽ ചെയ്യേണ്ടത്. ഈ തന്നിരിക്കുന്ന ഓക്സിലറി വെർബായിട്ട് വരില്ലേ, ഈസ് ആം ആർ,
അതും കഴിഞ്ഞിട്ട് ഒരു നോട്ട് എന്ന് കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് എന്തായി നെഗറ്റീവ് വാചകമായിട്ട് മാറി. ഓക്കെ, ഷീ ഈസ് നോട്ട് കുക്കിംഗ് ഫുഡ്. അവൾ ഭക്ഷണം പാകം ചെയ്യുകയാകുന്നില്ല. ദേ ആർ നോട്ട് ഡ്രൈവിംഗ് കാർ. അവര് കാർ ഓടിക്കുകയാകുന്നില്ല. ഐ ആം നോട്ട് മിസ്സിംഗ് യു. ഞാൻ നിങ്ങളെ മിസ് ചെയ്യുകയാകുന്നില്ല. കണ്ടോ? ആ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് കഴിഞ്ഞിട്ട് ഒരു നോട്ട് എന്ന് കൂടി ചേർത്ത് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന വാചകം എന്തായിട്ട് മാറുന്നു? നെഗറ്റീവ് ടൈപ്പുള്ള വാചകമായിട്ട് മാറുന്നു. വേറെ ഒന്നും നോക്കണ്ട. ആകുന്നില്ല, പോകുന്നില്ല, വരുന്നില്ല, ചാടുന്നില്ല, അത് വരാൻ വേണ്ടിയിട്ട് ഇതിന്റെ കൂടെ ഇപ്പൊ നടക്കുകയാകുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി ഒരു നോട്ട്. ഓക്കെ സഫീറ, ഹി ഈസ് നോട്ട് ഗോയിങ് ടു സ്കൂൾ. അവൻ സ്കൂളിലേക്ക് പോവുകയായിരുന്നില്ല. അനുപമ, ഐ ആം നോട്ട് കുക്കിംഗ്. ഞാൻ ഭക്ഷണം പാകം ചെയ്യുകയാകുന്നു. ഐ ആം നോട്ട് കുക്കിംഗ്. യെസ്. ഇനി നോട്ട് വെച്ചിട്ടുള്ള വാചകം പറഞ്ഞു. She is not preparing dinner. She is not preparing dinner. Okay, very good. She is not preparing dinner. അഭിരാമി പറയുന്നു, I am not drinking water. ഞാൻ തസ്നി പറയുന്നു, she is not studying for her examination. Okay, തസ്നി correct ആണ്. I am not eating fruit. സരിത, okay. Yes. അപ്പൊ തന്നിരിക്കുന്ന ഓക്സിലറി വെർബിന്റെ മുമ്പില് I am not, അനീഷ ഒരു ഐ ചേർക്കാൻ വിട്ടു കേട്ടോ. I am not eating food. He is not attending class. ആദിത്യ correct ആണ്. Okay, okay, okay. കൃത്യമാണ്. Yes. She is not reading book. സവിത. Modi is not going to Manipur. Okay. Rashmi. He is not taking medicine. Surya. I am not working. Ashwati. He is not studying for his examination. Simi Albi. I am not drinking water. Srina. Okay, okay, okay. Very good, very good, very good. അപ്പൊ തന്നിരിക്കുന്ന വാചകത്തില് ഒരു നോട്ട് ചേർത്ത് കഴിഞ്ഞാല് അത് എന്തായിട്ട് മാറി? ഷീ ഈസ്, നിഷിത ഒരു ഐ എൻ ജി ചേർക്കാൻ വിട്ടുപോയി. ഷീ ഈസ് നോട്ട് അറ്റൻഡിങ് ദ ഇന്റർവ്യൂ. ഷീ ഈസ് നോട്ട് അറ്റൻഡിങ് ദ ഇന്റർവ്യൂ. ഓക്കെ, യെസ്. അപ്പൊ സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി വന്നു കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറി? അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് മാറി. ആ പ്രസന്റ് കണ്ടിന്യൂസിനെ തന്നെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഈസലി ദേ ആർ നോട്ട് ഗോയിങ് ഫോർ പിക്നിക്. ഓക്കെ സനീല, അതിന്റെ മുന്നിൽ ഒരു നോട്ട് ചേർക്കുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? അതൊരു നെഗറ്റീവ് ടൈപ്പ് സെന്റൻസ് ആയിട്ട്, പ്രസന്റ് കണ്ടിന്യൂസിന്റെ നെഗറ്റീവ് ടൈപ്പ് ആയിട്ടുള്ള സെന്റൻസ് ആയിട്ട് അത് മാറുന്നു. ഓക്കെ, അപ്പൊ പോസിറ്റീവ് നമ്മൾ നോക്കി, നെഗറ്റീവ് നമ്മൾ നോക്കി. ഇനി നമുക്ക് അടുത്ത് നോക്കാനായിട്ടുള്ളത് ഈ പ്രസന്റ് കണ്ടിന്യൂസിൽ നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കും? ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കും? അപ്പോ ആദ്യം നമ്മൾ പോസിറ്റീവായ വാചകം പറഞ്ഞപ്പോ സൂചിപ്പിച്ചില്ലേ, ദേ ആർ വർക്കിംഗ്, ഷീ ഈസ് ഡൂയിങ് എക്സസൈസ്, യു ആർ കുക്കിംഗ്. അതില് ആ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആരെടുത്ത് ആദ്യം പറഞ്ഞാൽ മതി. അപ്പൊ എന്തായിട്ട് മാറി? അത് ചോദ്യമായിട്ട് മാറി. ആർ യു റീഡിങ് ബുക്സ്? കണ്ടോ? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് കഴിഞ്ഞിട്ട് നോട്ട് ചേർക്കുമ്പോൾ ഓക്കെ സഫീർ അത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കാം. ഒരു ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് കഴിഞ്ഞിട്ട് നമ്മൾ നോട്ട് ചേർക്കുമ്പോൾ അത് നെഗറ്റീവായി. ഈ ഓക്കെ സവിത, ഈസ് ഹി ഗോയിങ് ടു സ്കൂൾ? കറക്റ്റ്. അതിന് പകരം ചോദ്യമാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, അതെന്ത് ചെയ്യാം? ആദ്യം പറയാം. അങ്ങനെ ആദ്യം പറയുമ്പോൾ എന്തായിട്ട് മാറുന്നു? അത് ചോദ്യമായിട്ട് മാറുന്നു. ഓക്കെ, ആർ യു റീഡിങ്? നിങ്ങൾ വായിക്കുകയാകുന്നു. ആർ യു നോട്ട് വേണ്ട. അപ്പൊ നമുക്ക് ആർ യു നോട്ട് ഗോയിങ് ടു പാരീസ്? നിങ്ങൾ പാരീസിലേക്ക് പോവുകയാകുന്നില്ലേ എന്ന് ചോദിക്കാം. അത് അങ്ങനെ ചോദിക്കാം. ആ നോട്ട് കളഞ്ഞു കഴിഞ്ഞാല് ലക്ഷ്മി പോവുകയാകുന്നോ എന്ന് ചോദിക്കാം. ഓക്കെ, രണ്ടും ചോദിക്കാം കേട്ടോ. യെസ്. വൈ നോട്ട്? എന്തുകൊണ്ടായിക്കൂടാ എന്ന് പറയില്ല. വൈ നോട്ട്? യെസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി ചോദ്യമായിട്ടുള്ള രണ്ട് മൂന്ന് പാഠങ്ങൾ പറയാം. ആർ വി സ്പീക്കിംഗ് ഇംഗ്ലീഷ്? ഓക്കെ സഫീറ. ആർ യു റിമെമ്പറിംഗ് മീ? നിഷിത ഒരു ഐ എൻ ജി ചേർത്തോളൂ. ആർ യു മേക്കിംഗ് ഫുഡ്? സൗമ്യ കറക്റ്റ്. യെസ്. ആർ യു പ്ലേയിങ്? ഓക്കെ, കറക്റ്റ് ആണ്. ആർ യു പ്ലേയിങ്? ആർ യു ഗോയിങ് ടു പോളണ്ട്? ഓക്കെ രശ്മി, പോളണ്ടിനെ കുറിച്ചൊരു വാക്ക് പറയുന്നത് സത്യനന്ദിക്കാട് സിനിമ പറയുന്ന പോലെയല്ലേ? ഓക്കെ, യു ആർ ലൈക്ക്. ആർ യു ക്രൈയിങ്? ആർ യു ഈറ്റിംഗ് മെഡിസിൻ?
Abhinavi, are you study? Anubhava, or engineer? Are you crying? Nishida, are you watching TV? Ammu, are you kidding me? Safira, is she dancing? Sanila, are you writing? Nishida, am I doing well? Okay, don't worry, Savita, you are doing very well. Yes. It is he working? Are you going abroad for meeting? Is she studying? Is he playing football? Yes. Are you going to school? Surya. Okay. Are you teasing me? Rashmi. Okay. Yes. Okay. Very good. Very good. അപ്പോൾ നിങ്ങളുടെ പ്രകടനം ഈ ടെൻസിൽ സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ക്ലിയർ ആണ്. ഓക്കെ, ഇനി ആർ യു ചീറ്റിംഗ് മീ? യെസ്. നിഷിത, നോ, വി ആർ നോട്ട് ചീറ്റിംഗ് യു, വി ആർ സപ്പോർട്ടിംഗ് യു. ഓക്കെ ഓക്കെ. ഈസ് ഇറ്റ് റെയിനിങ്? ഓക്കെ, നല്ല സെന്റൻസ്. ഈസ് ഇറ്റ് റെയിനിങ്? Okay, very good. Yes. Okay, अब Soumya. Okay, अब Soumya ready ആണ്. ഇനി ഇതിനകത്ത് David. Hello. Needu David ആണ് അല്ലേ? യെസ്. ആദിത്യ യെസ്. മനു ഗോപിനാഥ് യെസ്. ഗ്രീഷ്മ ഞാനിങ്ങനെ ഓരോരുത്തരുടെ പേര് വിളിച്ചിട്ട് ചന്ദ്രയാണല്ലോ രശ്മി. ഞാൻ ഇന്ന കാര്യത്തിൽ തന്നെയാണ് കേട്ടാ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഞാൻ പുറത്താണ് കേട്ടോ, അതുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്ന് പറയാം. ആദിത്യ കൊണ്ടാ ഒന്ന് ക്ലിയർ ആയി. ആദിത്യ, are you ready? Yes. അപ്പൊ ആദ്യത്തെ ഒരു കാര്യം ചെയ്യുക, ആറ് ഈസ് അല്ലെങ്കിൽ ആം, അത് ആദ്യം വരുന്ന കേസ് സൗമ്യയോട് ഒരു 5 ചോദ്യം ചോദിച്ചേ. ഇപ്പോ ആദിത്യ സൗമ്യയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഫാത്തിമ. Soumya, are you coming with me? Yes, I am ready to coming with you. I am ready to again present tense madi. I am ready to coming. I am ready to come nu parnja. I am ready to come. I'm ready to come. Okay, I am ready to come. I am coming nu parayam. Okay. Paranjolu. I am ready to come. I'm ready to come. Okay. ഇനി അടുത്ത ചോദ്യം ചോദിക്കാം ആദിത്യ. അപ്പൊ ആദിത്യ അവിടെ ചെന്നപ്പോ സൗമ്യ എന്തെങ്കിലും പണി ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ മലയാളികളുടെ പ്രത്യേകത ഉണ്ടല്ലോ, നമുക്കറിയാം അത് ചെയ്യുകയാണ്, എന്നാലും നമ്മൾ ചോദിക്കുമല്ലോ, ചപ്പാത്തി ഉണ്ടാക്കിയാണല്ലേ, നമുക്കറിയാം, നമ്മൾ കാണുന്നില്ല, എന്നാലും ഒരു സൗമ്യമായിട്ട് ഒരു കൊളോക്കിലായിട്ട് നമ്മൾ അത് തന്നെ ചോദിക്കും എന്ന് പറഞ്ഞ പോലെ സൗമ്യനോട് എന്തെങ്കിലും ചോദിക്കും. ചപ്പാത്തി എന്നൊക്കെ മാറ്റിട്ട് വേറെ ഒന്നും ആയിക്കോട്ടോ, നോ പ്രോബ്ലം. അല്ല സാറേ, 6 ഈസ് പിന്നെ അല്ല, നമുക്ക് നേരിട്ട് ചോദിക്കുമ്പോ 6 വെച്ച് ചോദിക്കാൻ പറ്റുള്ളൂ. യുവിന്റെ കൂടെ 6 വരുള്ളൂ. ഈസ് അല്ലെങ്കിൽ ഈസൊക്കെ ഉപയോഗിക്കാം. ഇപ്പൊ സൗമ്യയുടെ മകനോ മകളോ ഉണ്ടെങ്കിൽ ഈസ് യുവർ ഡോട്ടർ ആണ്.
അത് നമുക്ക് കാര്യം ചോദിക്കാം. അല്ലെങ്കിൽ ഈസ് യുവർ സൺ അല്ലെങ്കിൽ ഈസ് യുവർ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചോദിക്കാം. യെസ്. Are you married? ആർ യു മാരീഡ്? അപ്പൊ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസിറ്റി ഒന്നും മാറി. അത് Simple past tense. ചോദ്യം അത് ആർ യു മാരീഡ്, അത് നമുക്ക് ഉണ്ടോന്ന് ചോദിക്കുമ്പോ യെസ്. സർ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ കുക്കിംഗ് അങ്ങനെ ചോദിക്കാം. അത് ചോദിക്കല്ലേ, ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ കുക്കിംഗ്? Are you making food? എന്ന് ചോദിച്ചൂടെ അല്ലേ? അല്ലെങ്കിൽ മേക്കിംഗ് ആർ യു മേക്കിംഗ് ഫുഡ്, ആർ യു പ്രിപ്പയറിംഗ് ഫുഡ്? ഇത് ഓപ്റ്റിക്കൽ സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ഐ ജി. അതില് ഈസോ ആറോ ആദ്യം വരുന്ന തിരിച്ച് ചോദിക്കുന്നു. നേരിട്ട് അയാളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ ആറ് നമുക്ക് ആദ്യം ചോദിക്കേണ്ടി വരും. നേരെ മറിച്ച് നമുക്ക് പറയാം ഈസ് യുവർ സൺ സ്റ്റഡിയിങ് ഫോർ മെഡിസിൻ? നിങ്ങളുടെ മകൻ മെഡിസിൻ പഠിക്കുകയാകുന്നോ? ഈസ് യുവർ ഡോട്ടർ ഈസ് ഗോയിങ് അബ്രോഡ്? നിങ്ങളുടെ മകൾ ഈസ് യുവർ ഡോട്ടർ ഗോയിങ് അബ്രോഡ്? വിദേശത്തേക്ക് പോവുകയാകുന്നോ? അടാ അത് നമുക്ക് ചോദിക്കാം. പറയൂ. ഓക്കെ, ആദ്യത്തെ ഒന്ന് ആലോചിച്ചോ. ഓക്കെ, ആദ്യത്തേക്ക് ആലോചിക്കാൻ സമയം തരാം. സാറേ. ഓക്കെ, നിങ്ങൾ മനസ്സിൽ ആലോചിച്ചോ. മനസ്സിലാലോചിച്ചു ഒരു 2-3 ചോദ്യങ്ങളൊക്കെ ആലോചിച്ചു. ലക്ഷ്മി രശ്മി സൗമ്യയോട് ഒരു 5 ചോദ്യങ്ങൾ ചോദിച്ച് നല്ല ലൈവ് ആയ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചോദ്യം ഞാൻ നോട്ട് ചെയ്യട്ടെ. യെസ്. അൺമ്യൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ശബ്ദം വരുന്നുണ്ടല്ലേ? യെസ്. അപ്പൊ നോക്കിയേ, ഫാത്തിമത്ത് ചോദിക്കുന്നു ആർ യു കിഡിങ് മീ? യെസ്. അപ്പോ സൗമ്യന് മറുപടി പറഞ്ഞോളൂ. എന്താ സാർ ക്വസ്റ്റ്യൻ ഒന്നും കേട്ടില്ല. അത് സൗമ്യനെ കളിയാക്കിയാണെന്ന് ചോദിക്കല്ല, ഫാത്തിമത്തിനെ കളിയാക്കിയാണെന്നാണ് ചോദിക്കുന്നത്. നോ, ഐ ആം നോട്ട് കിഡിങ് എന്നാണോ പറഞ്ഞേ? ഓക്കെ. ഐ ആം നോട്ട് കിഡിങ് യു. ഫാത്തിമത്ത് അടുത്ത ചോദ്യം ചോദിച്ചോളൂ. ആർ യു ടോക്കറ്റീവ്? ആർ യു ടോക്കറ്റീവ്? No, I'm not a talkative person. ആർ യു രശ്മി അതിനകത്ത് ing വന്ന് സംഗതി കറക്റ്റ് ആണ്, സെന്റൻസ് ആണത്. പക്ഷെ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് അല്ല ടെൻസ് വന്നിരിക്കുന്നത്, വേറെ ടെൻസ് ആണ്. ഓക്കെ ചോദിച്ചോ, നോ പ്രോബ്ലം. ആർ യു എ ഗുഡ് പേഴ്സൺ? ആം ഐ റൈറ്റ്? യെസ്. ആർ യു ഷോപ്പ് എന്നുള്ളത് ഫാത്തിമ ഒരു ing കൂടി ചേർക്കാം. ആർ യു ഷോപ്പിംഗ്? യെസ്. ഓക്കെ, രശ്മി ചോദിക്കുകയാണ് ചോദ്യം. രശ്മിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ആർ യു ഗോയിങ് ടു ജിം? No, no, dear. Yes, I am not going to gym. Okay. അപ്പൊ അടുത്ത ചോദ്യം സൗമ്യനോട് ചോദിക്കാൻ, ആർ യു സ്റ്റാർട്ടിംഗ് എ ബിസിനസ്? Yes, I am ready to starting a business. I am starting a business and I am ready to start. Ready to start a business. Okay. I am ready to start a business. Are you drinking enough water? Are you drinking enough water? Are you drinking enough water? നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുകയാകുന്നു. Are you drinking enough water? Yes, I am drinking water every day. Is your mother doing well? Oh, very Yes, good. she's well. She's doing well. Am I speaking clearly with you? Yes. No, dear. No. സബിത ചോദിച്ചതാണ്, am I speaking clearly with you? ഞാൻ നന്നായിട്ട് ഇംഗ്ലീഷിൽ നിങ്ങളോട് പറയുന്നില്ല എന്നാണ് ചോദിച്ചത്. Oh yes, you're speaking good.
Okay, so ഇതാ okay, okay, very good, very good. ചോദിച്ചോട്ടെ അങ്ങനെ പറയും. ഇതേത് ഞാൻ കയ്യുന്നില്ല. ചോദിച്ചോളൂ സവിത. Are you listening to me? Oh, oh yes, I'm listening to you. I'm listening you. I'm listening you. Okay, Is okay, it okay, okay. raining there? എന്തോ? Is it raining there? No, Is it there? മഴ പെയ്യുന്നുണ്ട് അവിടെയെന്ന്? no. It is not raining. It is not raining. Okay, 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 okay. ശരിയാണ്. Yes, I'm believing in God. കൂടി ചേർത്ത മിഷൻ ചോദിക്കുന്നു, ആർ യു ബിലീവിംഗ് ഗോഡ്? ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. Yes, I believe in God. ബിലീവിംഗ് ഗോഡ്. ഓക്കെ, 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 ഓക്കെ. ഓക്കെ, രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട് സൗമ്യ. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ആർക്കെങ്കിലും എന്നോട് ചോദിച്ചോ, ഞാൻ ഉത്തരം പറഞ്ഞോളാം. ആര് വേണമെങ്കിൽ ചോദിച്ചോ, ഞാൻ ഉത്തരം പറഞ്ഞോളാം എന്ന് ധൈര്യമുള്ളവർക്ക് പറയാം. ആർക്ക് വേണമെങ്കിലും എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാം. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ചോദിച്ചോളൂ, ഞാൻ മറുപടി പറഞ്ഞോളാം എന്ന് ഉറപ്പുള്ളവർ വരിക. സൗമ്യ പറഞ്ഞതുപോലെ എവിടെ നിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാലും ഐ ആം റെഡി ടു ആൻസർ. ഞാൻ മറുപടി പറയും. സിമ്പിൾ അല്ലേ? ചോദ്യത്തിൽ തന്നെ ആൻസർ പറയാനുള്ള ആ വേർഡ് കിടപ്പുണ്ടാവും. ആർ യു ഇൻട്രസ്റ്റ്, ആർ യു ഡാൻസിങ് വിത്ത് മീ? നോ, അല്ല, ഡാൻസിംഗ് എന്നുള്ള വാക്ക് അതിൻ്റെ അകത്തിന്റെ കിടപ്പുണ്ട്. ആർ യു സ്റ്റാർട്ടിങ് എ ബിസിനസ്? സ്റ്റാർട്ടിങ് ബിസിനസ് അതിൻ്റെ അകത്തിന്റെ കിടപ്പുണ്ട്. നമുക്കൊന്നിങ്ങനെ യെസ് അല്ലെങ്കിൽ നോ വെച്ച് പറഞ്ഞാൽ പോലെ. അപ്പൊ സവിത, Yes, sir. okay, okay, how are you? I'm fine, sir. Where are you from? I'm from Mysore. Sorry, Kasaragod. Okay, okay. What is the time now? Now time is 11 o'clock. 11 o'clock. What is the weather like? It What is is the sunny weather? day. Today is sunny day, sir. Okay, 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 okay. Do you like coffee? Yes, I like coffee, sir. Oh. What is your favorite color? My favorite color is blue. Why did you like blue very much? Sorry, sir. Why did you like blue very much? It's looking magnificent. Yes, it is looking magnificent. Yes. Are you confident in speaking English? Yes, sir. I'm little bit confident I have. Yes. Okay, 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 okay. What is your job? I'm not working now, sir. You are not working now. Do you have any pets? Sorry, sir. Do you have any pets? P-E-T-S, pets. I'm not getting, sir. You are not getting pets. Pets, sir. PETS, sir. P-E-T-S. Yes, I have a kitten. Kitten. What is its name? It's I didn't mention any name to that, sir. Okay, okay, okay. Okay, no, okay, very good, very good, very good. What do you like to do in leisure time? What do you like to do in leisure time? In leisure time, I usually talk with my mother. Usually talk with your mother. Okay. What is your favorite food? My favorite food is avial. Avi, used prepared with so much vegetables. Okay. Can you cook good avial? Yes, sir. I'm cooking good. Okay, okay, okay. Suppose that you are cooking avial for 2 person. How much time it will take? How much time will take? Half an hour, sir. Half an hour. Can you drive the car? Sorry? Can you drive the car? Drive with the kappa. Can you drive? No, sir. I didn't learn. Yes. Okay, 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 okay. What is your hobby?
My hobby. I don't have any particular hobbies, sir. No particular hobby. All are my hobbies. Yes. Okay. Do you have any sibling? Yes, sir. I have a brother, elder brother. Yes. Which is your favorite movie? Mm, my Which favorite is movie. which is your favorite movie? Swapnakood in Malayalam. Swapnakood in Malayalam. Why did you like that movie very much? Who is actor? Who is actress? Do you Meera know? Jasmine. I Yes. like Meera Jasmine, her attitude and her acting in that, Yes. Do and you know? noise stories. Do you remember the story of Swapnakood? So, yes, sir. I remember. Yeah. Do you remember any lyrics of the film Swapnakood? Sorry, sir. Any lyrics? Lyrics. Gana. Lyrics, sir. So, അപ്പൊ അറിയാം പിന്നെ അടുത്ത ചോദ്യം വേറെയാണ് വരുന്നത്. അപ്പൊ അതിനേക്കാൾ തന്നെ ആദ്യമേ തന്നെ ഇഷ്ടമല്ലടാ എനിക്ക് ഇഷ്ടമല്ലടാ. I know that only. yes. Okay. Can you play any instrument? Sorry, sir. I didn't learn any other instruments, sir. You are not able to play any instrument. Okay. Yes. Let me ask you one more question. What is your favorite season? My favorite season is rainy season, sir. Rainy season. Yes. But you are just like Kamalas, Surya, and the late Johnson Master. Why did you like rainy season? Why don't you like winter season? I like rainy season because in Mysore we always never get rainy. It is not rainy like in Kerala. Yes. So somehow it will be very coolest in rainy season. Yes. That's what I like rainy season. In winter season we have cold, but it's always be moody. How long That's you what I have been? don't like winter season. How long you have been in Mysore? Sir, I born in Mysore only, sir. Oh, you are born and brought up there. I born and brought up in Mysore. Oh, very good. Do you like to travel? Yes, I do like to travel, sir. Which is your holiday destination? All day? Suppose that you get a holiday. Where you want to go? Mm, I didn't think about that. Yes. Um, എനിക്കൊരു ഉത്തരം മതി കേട്ടോ. രണ്ട് സമയത്ത് ഇഷ്ടപ്പെടുന്ന സ്ഥലം തന്നെ വേണമെന്നില്ല. I want only one answer. I wanted to go to Kashmir and Himachal Pradesh. കാശ്മീർ. ഓക്കെ. ഭൂമിയിലെ ഒരു സ്വർഗമുണ്ടെങ്കിൽ ആ സ്വർഗം കാശ്മീരാണെന്നാണ് പറയുന്നത്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോകണം. മീ ടു. സൗമ്യ പറയുന്നുണ്ട്. ഷീ ഓൾസോ വാണ്ട്സ് ടു ഗോ ടു കാശ്മീർ. ഓക്കെ. യെസ്. ഇനി കാശ്മീർ ഇഷ്ടപ്പെടുന്ന ആരുണ്ട്? And I wanted to see Greenland. ഗ്രീൻലാൻഡ്. യെസ്. ഓക്കെ. അനുപമയുണ്ട്. യെസ്. ഓക്കെ. ഹായ്. ഷഫീർ പറയുന്നത് ഐ വാണ്ട് ടു ഗോ ടു സൗദി അറേബ്യ. ഷബാനയുടെ കൂടെ മീ ഓൾസോ. മീ ടു. യെസ്. ഓക്കെ. സവിത, വെരി ഗുഡ്. യുവർ പെർഫോമൻസ് വാസ് വെരി Thank you, sir. ഗുഡ്. ഇതേപോലെ ഞാൻ ആരോടെങ്കിലും ഒക്കെ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരാളോടാണെങ്കിലും നിങ്ങളും കൂടി ഉത്തരം മനസ്സിലൊന്ന് പറഞ്ഞു നോക്കണം. എന്നോടാണ് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും പേര് എല്ലാവരോടും ചോദിക്കാൻ പറ്റില്ല. എന്നോടാണ് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ എന്ത് മറുപടി പറയുമായിരുന്നു എന്ന് നിങ്ങൾ കൂടി ഒന്ന് ചിന്തിക്കണം. ഓക്കെ. ഇനി ഇതുപോലുള്ള കുറച്ച് ചെറിയ ചോദ്യങ്ങൾ നിങ്ങളും മനസ്സിൽ സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വരുമ്പോ പറയാം, സാറേ ഞാൻ ഇതേപോലെ കുറച്ച് ചോദ്യങ്ങൾ ഇതിൽ തന്നെയുള്ള ആരോടെങ്കിലും ഒരാളോട് ചോദിച്ചോട്ടെ. ഇന്റർനാഷണൽ വിഷയങ്ങളോടൊന്നും പോകണ്ട. സിമ്പിൾ ആയ ചോദ്യങ്ങൾ നമ്മൾ ആരോടാണ് ചോദിക്കുന്നത് അവർക്ക് ഉത്തരം പറയാൻ പറ്റുന്ന തരത്തിലുള്ള സിമ്പിൾ ആയ കുറച്ച് ചോദ്യങ്ങൾ, ഒരു 5 ചോദ്യങ്ങൾ വെച്ച് ഞങ്ങൾ സെറ്റ് ചെയ്യാം. 5 10 ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ സിമ്പിൾ ആയ ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഓക്കെ രശ്മി. അതേപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ചോദിക്കുക. അപ്പൊ അവർക്കത് പറയാൻ പറ്റും. അപ്പൊ അവർക്ക് ഉത്തരം പറയുമ്പോൾ അവർക്ക് തോന്നും നാളെ ഞാനൊരു 5 സെറ്റ് ചെയ്ത് രശ്മിയോട് ചോദിക്കും.
അപ്പൊ അനഘക്കും തോന്നും ഞാനും അവൾക്കും അവനൊക്കെ ചെയ്യാൻ പറ്റും, പിന്നെ എനിക്കാണ് ചെയ്യാൻ പറ്റാത്തത്, ഞാനും സെറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ അതിനു വേണ്ടി മെനക്കിടുമ്പോഴാണ് നമ്മൾ അതിനു വേണ്ടി പഠിക്കാൻ നോക്കുള്ളൂ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതെന്താ അത് അങ്ങനെ 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 ആ ഒരു വശത്തു നിന്ന് അങ്ങനെ അങ്ങനെയാണ് കയറി പോകും. ഓക്കെ, ഓക്കെ സിനി. പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, വെർബ് പ്ലസ് ing. ഓക്കെ, അതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നിങ്ങൾ മറന്നു പോകില്ലല്ലോ. സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ing. ഇത് ഒരു PDF ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ, എല്ലാവരും കൂടി ഇടുന്നുണ്ട്. ഓക്കെ, അടുത്ത ദിവസം ഇട്ടിരിക്കുക. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഞാനിപ്പോ ചോദിച്ചില്ലേ, ആർ യു, വാട്ട് ഈസ് യുവർ, ഹൗ ആർ യു, what is the time now, which color you like most, which is your favorite food, which is your holiday destination എന്നൊക്കെ ചോദിച്ച പോലെ രസകരമായിട്ട് ഫാത്തിമത്ത് ഒരു റിയാക്ഷൻ കണ്ടിരിക്കുന്ന വലിയ കഷ്ടമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ പറയണം. ആ ജോബ് സാർ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് റിയാക്ട് ചെയ്യണമെന്നുള്ളത് പറഞ്ഞു. ഓക്കെ സാർ. ഫാത്തിമത്തെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാമോ? ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ. ആരോടാ ചോദിക്കാം? അനീഷ. വേണ്ട, അനീഷ വേണ്ട, നമുക്ക് അനീഷ റെഡി അല്ലേ? അനീഷ, ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ചോദിച്ചോ അനീഷ. അറിയുന്ന ഫാത്തിമത്തെ ചോദിച്ചോളൂ. സിമ്പിൾ ആയി ഈ അനീഷിനോട് കുറച്ച് സിമ്പിൾ ആയ ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ നേരത്തെ സബീദിനോട് ചോദിച്ചൊരു മോഡലില്ലേ, ആ മോഡൽ വെച്ചിട്ട് സിമ്പിൾ ആയ ചോദ്യങ്ങൾ ചോദിക്കും. അനീഷ ഉത്തരം മുട്ടിക്കാനല്ല, ഉത്തരം പറയാൻ പറ്റണം. അനീഷയെ കൂടി സംസാരിപ്പിക്കുക എന്നുള്ളതാണ് ഫാത്തിമയുടെ ലക്ഷ്യം. ഓക്കെ, കൈ പിടിച്ച് നമ്മൾ കൂടെ കൂട്ടുകയാണ്. യെസ്. Are you eating breakfast? Yes, I am eating breakfast. അപ്പൊ ആർ യു ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചു കഴിഞ്ഞപ്പോ കറക്റ്റ് അത് ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുകയാണ് അത് ചോദിച്ചത് കേട്ടോ. അപ്പൊ അയാൾ കഴിച്ചോണ്ടിരിക്കുക, ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. അതിന്റെ കൂടെ ജോബ് സാറിന്റെ ക്ലാസ്സിലും അയാൾ അറ്റൻഡ്. ഓക്കെ, വെരി ഗുഡ്. യെസ്, അടുത്ത ചോദ്യം പറഞ്ഞു. ബാക്കിയുള്ള ഒരു 5 ചോദ്യം ഒന്ന് മനസ്സിലൊന്ന് കുറിച്ച് വെച്ചോ ആരെങ്കിലും കേട്ടോ. ആരെങ്കിലും അല്ല, എല്ലാവരും എന്തൊക്കെ പറഞ്ഞാൽ മതി. ഇനി ഞാൻ ചോദിക്കുക സാറേ എന്ന് പറഞ്ഞാൽ. ഓക്കെ, യെസ്, പറഞ്ഞോളൂ. സാറേ ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ ഓക്കെ, അതൊക്കെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഒരു റിയാക്ഷൻ വന്നാൽ മതി. ഇഫ് യു ഹാവ് എനി പ്രോബ്ലം ചെറുപ്പത്തിലറിയണമെങ്കിൽ നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ 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 ഓക്കെ, യെസ്. രശ്മി. Hi, sir. Hello. ആ ഗ്യാപ്പിൽ ചോദിച്ചേ അനീഷിനോട്. ഫാത്തിമത്ത് വരുന്ന ഗ്യാപ്പിൽ മോഡൽ റെഡിയാണ്. യെസ്. Are you ready to go to Paris? Are you ready to go to Paris? Yes, I am ready. Yes. Why do you want to go to Paris? Why did you want to go to Paris? അത് കറക്റ്റായി മറുപടി പറ. എന്നെ ലക്ഷ്മി കൊണ്ടുപോകുന്ന വിശ്വാസത്തിലാണ് ഞാൻ പാരീസ് പറഞ്ഞത്. രസകരമായിട്ട് പറ, അല്ലെങ്കിൽ വേറെ ഉത്തരം പറഞ്ഞു. പാരീസ് എന്റെ ഒരു സ്വപ്നമാണ്, മൈ ഡ്രീം ലാൻഡ്. യെസ്, പറഞ്ഞു. അനീഷയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഉത്തരം പറഞ്ഞു. ഓക്കെ, മനസ്സിൽ ഉത്തരം ഉണ്ട് സാറേ, പറയാൻ പറ്റില്ല. മനസ്സിൽ ഉദ്ദേശിച്ചത്. Do you want to watch Eiffel Tower? No. അങ്ങാടൊന്നും പോകണ്ട അല്ലേ? യെസ്, പറഞ്ഞോളൂ. എന്താ പറയാ, പാരീസിൽ നിന്ന് പോരാണ്ട് രശ്മി റെഡി ആയിട്ടില്ല. ഷീ ഈസ് സ്റ്റിൽ ദ ഷഹാനയും അതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ 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 ഓക്കെ. അപ്പൊ ഓക്കെ രശ്മി, ഓക്കെ, നമ്മുടെ ഫാത്തിമത്ത് വന്നു. അപ്പൊ രശ്മിയുടെ ചോദ്യത്തോട് പറയണം കേട്ടോ. യെസ്, ഓക്കെ ഫാത്തിമത്ത് കണ്ടിന്യൂ. Which song is your favorite? Which Song is your favorite? Okay. Your favorite. My favorite song is
ഏതാണ് പറയുന്നത് ഇഷ്ടമുള്ള All songs. ഓലത്തുമ്പിക്കുരുഞ്ഞാല് അല്ലേ? ഓക്കെ. Do you like Bollywood songs? Yes, I like it. Bollywood. I like Bollywood or Hollywood songs. Okay. Who is your favorite hero? My favorite hero, Korean actor Lee Min Ho. അനീഷ കൊറിയയുടെ ആളാണ്. ഇതിന് 3 പ്രാവശ്യം പറഞ്ഞതാണ്. കൊറിയൻ സീരിയൽ കണ്ടുക. ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം കൊറിയൻ എടുത്തൊക്കെ നോക്കി, പക്ഷെ എനിക്കൊന്നും പിടികിട്ടില്ല. യെസ്, ഓക്കെ. Are you Who is that Korean traveling actor? metro? ഓക്കെ, ഓരോരുത്തരും ചോദിക്കാം. യശ്മി ചോദിക്കാം ആദ്യം. യെസ്. Who is That is that Soumya. Korean actor? Can you name him? Lee Min Ho. ഓക്കെ, ഇനി സൗമ്യ ചോദിച്ചേ. Anisha, where are you from? I am from Puttanvelikara, Paravur. അപ്പൊ അനീഷ. ഓക്കെ, കമ്മിങ് ഫ്രം പുത്തുമേലിക്കര. ഓക്കെ, യെസ്. Do you understand Korean? No, I am. പറയൂ. ഐ ആം ട്രൈയിങ് ടു അണ്ടർസ്റ്റാൻഡ്. ഐ ആം ലേണിംഗ് കൊറിയൻ ലാംഗ്വേജ്. അങ്ങനെ ഒരു സെന്റൻസ് കൂടെ ആഡ് ചെയ്യും. ഒന്നും പറയാൻ കിട്ടണില്ല സാറേ. എത്തിക്കോട്ടെ, നോ പ്രോബ്ലം. അവര് പറയല്ലേ. ഞാൻ ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ട്രൈയിങ്. എന്തിന്? ടു ലേൺ. ഓക്കെ. ഐ ആം ട്രൈയിങ് ടു ലേൺ വാട്ട്? Korean language. Simple ആയിട്ട് പറയാം. I am trying to learn Korean language. I am trying to study Korean language. Yes. Okay. പറഞ്ഞോളൂ. Are you traveling water metro? No, I am not traveling water metro. Yes. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറൊരു സംഗതി പറയാം. ഓക്കെ. അപ്പോ യുവർ പെർഫോമൻസ് വാസ് വെരി ഗുഡ്. സഫീർ ചോദിക്കുന്നു, വാട്ട് ആർ യു കറന്റ്ലി തിങ്കിങ് നൗ? ഇപ്പൊ നിങ്ങൾ എന്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ എന്തിനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, ഇതിങ്ങനെ ആയിരിക്കണം. നമ്മൾ എപ്പോഴും ലൈവ് ആയിരിക്കണം. She is thinking about Lee Min Ho. ഓക്കെ. വെരി ഗുഡ്. യെസ്, ഓക്കെ. അപ്പോ ഞാൻ ഇനി നിങ്ങളോട്, നിങ്ങൾ ഇംഗ്ലീഷ് എല്ലാ ദിവസവും ഓരോ വാക്ക് പുതിയ വെച്ച് പഠിക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും എന്റെ ഒരു അറിവില്ലായ്മയോട് ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ചോദ്യത്തിന്റെ ആൻസർ ആദ്യത്തെ ലെറ്റർ ജിയും രണ്ടാമത്തെ ലെറ്റർ ആറുമാണ്. ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ ജി, ഗോഡ് ജി, രണ്ടാമത്തെ ലെറ്റർ ആർ, റീത്ത. ഓക്കെ, ജി ആർ എന്ന് പറയുന്ന ഫസ്റ്റ് ലെറ്റർ, സെക്കൻഡ് ലെറ്റർ. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഓക്കെ, ആദ്യം പറയുന്ന രണ്ടുപേരെ നമ്മൾ ഉത്തരത്തിന്റെ ഉത്തരം പറഞ്ഞായിട്ട് പരിഗണിക്കും. അപ്പൊ അതുകൊണ്ട് ഗ്രേറ്റ്. ഓക്കെ, അതുപോലെ. ഓക്കെ, ചോദ്യം വരുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇതിന്റെ അകത്ത് ഉത്തരം ആരാണ് ആദ്യം പറഞ്ഞതെന്ന് നോക്കാൻ വേണ്ടിട്ട് നമുക്ക് ഒരാൾ തസ്നി ആദ്യത്തെ രണ്ടുപേർ ആരാണ് ഉത്തരം പറയുന്നത് എന്നുള്ളത് നോക്കിക്കൊള്ളണം. ഉത്തരം ആരാണ് എഴുതുന്നെന്നുള്ളത് ഞാൻ നോക്കും. ഓക്കെ, അപ്പൊ രണ്ടുപേര് പറയുന്ന ആൾക്കാരെടുക്കുന്നു, ഒരാള് എഴുതുന്നത്. എഴുതാൻ കുറച്ച് സമയം പിടിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എഴുതുന്ന ആളെ കൂടി പരിഗണിക്കുന്നു. ഓക്കെ, ചോദ്യം ജി ആർ. ഫസ്റ്റ് ലെറ്റർ ജി, സെക്കൻഡ് ലെറ്റർ ഇസ് ആർ. ജി ആർ. ഓക്കെ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങളൊന്ന് രസകരമായിട്ടൊന്ന് ആലോചിച്ച് കിട്ടാവുന്ന ചോദ്യം. ഈ സാധനങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ വല്ല റെസിഡൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ ഒരു 3 ലെറ്ററൊക്കെ അവിടെയൊക്കെ ഇറക്കി ഒന്ന് ഷെയ്റ്റ് ചെയ്യാം. അതിനൊരു സമ്മാനമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഒന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. അത് ആ ഒരു മെത്തേഡ് ന്യൂ ഇയറിന് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ പറഞ്ഞതാണ്. ഞാൻ ചിലപ്പോൾ മറന്നു ഏത് ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ,
അപ്പൊ പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ആദ്യത്തെ ചോദ്യം ഇതാണ്. എ ബ്ലാക്ക് സ്റ്റിക്ക് ഇൻസൈഡ് എ പെൻസിൽ. എ ബ്ലാക്ക് സ്റ്റിക്ക്. Graphite. അപ്പൊ ആരൊക്കെയാണ് പറഞ്ഞത്? തസ്നി. എഴുതിയേക്കുന്നത് സബീന. വോയിസിൽ കാണാൻ പറ്റണില്ല ആരാണ് പറയണെന്നുള്ള ലെറ്റർ മാത്രം വരുന്നുള്ളൂ. 6 വെച്ചിട്ടുള്ള ആരോ ആണെന്ന് തോന്നുന്നു. ആരേൽപ്പിക്കണത് നമുക്ക്? തസ്നി കൈ ഒഴിഞ്ഞു. സനിലിനെ ഏൽപ്പിക്കട്ടെ? ഓക്കെ. സനീൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് ലാപ്ടോപ്പിലാണോ അല്ലെങ്കിൽ മൊബൈലിലാണോ? ഫോണാ, മൊബൈലാ. അതെ, ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇതിപ്പോ ഇതിന് കറക്റ്റ് ആൻസർ പറഞ്ഞതാണ് രശ്മി. അല്ലെങ്കിൽ നമുക്ക് എല്ലാം ടൈപ്പ് പിടിക്കാം. എന്ത് പറയണ? ടൈപ്പ് ചെയ്യാൻ അറിയാൻ അറിയണ്ടോ? യെസ്. അപ്പൊ നമുക്ക് ചോദ്യങ്ങള് മത്സരത്തിന്റെ രീതി നിങ്ങൾ ഇത് അടുത്ത വർഷം നിശ്ചയിച്ചോ, അല്ലെങ്കിൽ നമുക്ക് നേരെ പോയി 13 മിനിറ്റ് കൂടി ഉള്ളൂ. ഓക്കെ, ഞാൻ ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യുവർ പാരന്റ്സ് പാരന്റ്. Grandparents. Grandparents. Okay, okay. It is a correct answer. Grandparents. Okay. Next question. സമയം പോയതുകൊണ്ടാണ്. A building. Next question. A building where you grow your plants. PLANT. A building where അതല്ലേ സൗമ്യ? യെസ്, എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ ഗ്രാനൈറ്റ് അല്ല നിഷിത. എ ബിൽഡിംഗ് വെയർ യു ഗ്രോ, GROW, ഗ്രോ യുവർ പ്ലാന്റ്സ്. PLANTS, പ്ലാന്റ്സ്, ചെടികൾ. ഗാർഡൻ. അപ്പൊ ജി എന്നിട്ട് എ വരും. ഓക്കെ. ഷിനി എഴുതിയതിൽ തെറ്റിയതായിരുന്നു വിചാരിക്കാം. ഗ്രീൻ ഹൗസ് കറക്റ്റ് ആണ്. സിനി പറഞ്ഞ കറക്റ്റ് ആണ്. ഗ്രീൻ ഹൗസ് കേട്ടോ. നമ്മളൊരു പച്ച ഷീറ്റൊക്കെ വലിച്ചു കെട്ടിയിട്ട് ചെടികളൊക്കെ വെക്കാറില്ല, നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, ഗ്രീൻ ഹൗസ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അടുത്തത് മ്യൂട്ട് ചെയ്തോളൂ. ടു കുക്ക് ഫുഡ് ഓൺ എ മെറ്റൽ ബാർ. ടു കുക്ക് ഫുഡ് ഓൺ എ ഗ്രിൽ. അത് പറയാൻ പറ്റും, കാരണം ഗ്രിൽഡ് ചിക്കൻ കഴിക്കാറുള്ളതാണ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എ സ്മോൾ ബോംബ്, BOMB. എ സ്മോൾ ബോംബ് thrown by hand. A small bomb thrown by hand. Okay. Grenade. Okay, okay. Shahana, very good. Shahana ആണ് ആദ്യം പറഞ്ഞത്. അപ്പൊ ഷഹാന, very good very good very good. Next, to become bigger. To become bigger. Grow. Is the correct answer. വളരുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് GROW, ഗ്രോ. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ. അടുത്തത് ദി ഓപ്പോസിറ്റ് ഓഫ് ബ്രൈഡ്, BRIDE, ബ്രൈഡ്. നസ്രീം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആദിത്യ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആണ്. യെസ്. നെക്സ്റ്റ് ഈസ് കോൾഡ് എ യൂണിറ്റ് ഓഫ് വെയിറ്റ്. Gram. ഓക്കെ ഓക്കെ, യൂണിറ്റ് ഓഫ് വെയിറ്റ്. GR തുടങ്ങുന്ന പറയുമ്പോൾ നമുക്ക് ഗ്രാം എന്നേ പറയാൻ പറ്റുള്ളൂ. ദാറ്റ്സ് എ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, എ കളർ ബിറ്റ്വീൻ ബ്ലാക്ക് ആൻഡ് Gray. ഓക്കെ ഓക്കെ, ഗ്രേ ആണ്. കാരണം ബ്ലാക്കും അല്ല വൈറ്റും അല്ലാതെ വരുന്നത് ഗ്രേ ആണ്. ഇൻ ബിറ്റ്വീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന കളർ ഗ്രേ. GRAY, ഗ്രേ. Next question. An insect, INSECT, insect with long legs that hops. Grasshopper. Okay, Rashmi, correct ആണ്. ചോദ്യം വളരെ സിമ്പിൾ ആണ്. An insect
വിത്ത് ലോങ് ലെഗ്സ്, നീളമുള്ള കാലുകളുള്ള ദാറ്റ് ഹോപ്പ്, ചാടുന്ന സംഗതി ഗ്രാസ് ഹോപ്പ്. ഓക്കെ ഓക്കെ ഓക്കെ. ചോദ്യങ്ങൾ ഈ ചോദ്യം ഇതാണ്. എ പ്ലേസ് where dead people are buried. Graveyard. Okay, graveyard. Very good, very good, very good. അപ്പൊ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. അത് ഇതിന്റെ മെത്തേഡ് ആലോചിച്ചിട്ട് കണ്ടുപിടിച്ച് വെച്ചാല് ആ മെത്തേഡ് ആരാണ് ആദ്യം പറഞ്ഞതെന്ന് കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷൊക്കെ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ടോ? കൃത്യമായിട്ട് നിങ്ങൾ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും വായിച്ചു നോക്കുന്നുണ്ട്. ഓക്കെ, യെസ്. മൈക്ക് ഓഫ് ചെയ്യോ? അതല്ലേ, ഞാനത് രണ്ടുപേരും കണ്ടപ്പോൾ ഞാൻ തന്നെ ഓഫ് ചെയ്തു. ഓക്കെ, യെസ്. അപ്പോ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രകടനം ഇന്ന് വളരെ മെച്ചമായിരുന്നു. നിങ്ങൾ വളരെ നല്ല രീതിയിലാണ് എന്നോട് ഇന്ന് സഹകരിച്ചത്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 2-3 ചോദ്യങ്ങളും മനസ്സിലിങ്ങനെ സൂചിപ്പിച്ച് വെച്ചോളാൻ, അല്ല മനസ്സിലിങ്ങനെ കരുതി വെച്ചോളാൻ പറഞ്ഞിരുന്നു. ആരാ കരുതി വെച്ചാൽ? ത്യാഗരാജൻ എവിടെ? ത്യാഗരാജൻ ഇവിടെ ഒരു ആണിന്റെ ശബ്ദം കേൾക്കാറുള്ള ത്യാഗരാജൻ? യെസ്. ഓക്കെ ഓക്കെ, ഇനി ആരാണ് ചോദ്യം റെഡി ആക്കി? ഒരു 5 ചോദ്യം, വെരി സിമ്പിൾ. വെരി സിമ്പിൾ ആയിട്ട്. ആഷിലിൻ, സിനി ചോദിക്കാമോ? സിനി, ആർ യു റെഡി? യെസ്. സിനി ചോദിച്ചോളൂ. അപ്പൊ ഓക്കെ, സിനിക്ക് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ ഒരാൾ വേണം. വേണമെങ്കിൽ സിനിയെ സെലക്ട് ചെയ്ത ഒരാളെ ആര് വേണം? സിനി ചോദിക്കുന്നു. സാർ സെലക്ട് ചെയ്തോ? ഞാൻ സെലക്ട് ചെയ്തു. എനിക്കറിയാം, അപ്പൊ അന്തിങ്ങാണ്ട് വിട്ടതാണ്. കാരണം എന്താണ്, ഇനി അതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട വിചാരിച്ചിട്ട് വിട്ടല്ലേ. ഓക്കെ, തസ്നി, ആർ യു റെഡി? ഓക്കെ സർ, ഞാൻ കുറച്ച് മുമ്പ് ക്ലാസ്സിൽ കുറച്ച് ബ്രേക്ക് ആയിരുന്നു, പകുതി തുടങ്ങി. മതി, ഇത് സിമ്പിളായ ചോദ്യം. സിനിക്ക് പറയാല്ല, തസ്നിക്ക് പറയാൻ പറ്റുന്ന ചോദ്യം സിനി ചോദിക്കും. ഓക്കെ, വെരി ഗുഡ്, ചോദിച്ചോളൂ. ട്രൈ ചെയ്യാം. Did the children go to class? സോറി, ക്ലിയർ അല്ല. Did the children go to class? Did your children go to class? കുട്ടികളൊക്കെ സ്കൂളിൽ പോയോന്നാണ് ചോദിച്ചത്. സൗഹൃദമായിട്ട് സ്കൂളിൽ ആരംഭിച്ചു. What is your breakfast? പുട്ടുകടല. യെസ്. Okay. ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചു. Which is your favorite food? My favorite breakfast in dosa chutney. Okay, good. Are you want to work as a hospital administrator? Yes, my biggest dream is an administration. Okay. Yes. May God bless that. Very good, very good. Where are you from? I am from Madilagam. Madilagam. Okay. Could we be friends? Yes. Okay. Okay, sir. സുഹൃത്തുക്കളുണ്ടോ? അപ്പൊ അതിൽ നിന്ന് കണക്ട് ചെയ്ത് ചോദിക്കും. Who is your best friend? Who is your best friend? My best friend in this class is Safna Kingini. My cousin is joined in this class. Okay. ഇനി വേണമെങ്കിൽ അടുത്തൊരു ചോദ്യം ചോദിക്കാം. Okay, Fatima, are you ready to fulfill your goal 2024? 2025 ആക്കാം. യെസ്. അപ്പൊ നമുക്ക് ചോദിക്കാം. ഇനി അപ്പൊ ഒരു ഉത്തരം പറഞ്ഞു, എന്റെ കസിന്റെ ആളുണ്ടെന്ന്. അപ്പോ ആ കസിനെ കുറിച്ച് ചോദിച്ചു. ഒരു ഉത്തരത്തിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ബിൽഡപ്പ് ചെയ്യണം. എന്താണ് നിങ്ങൾ ആ കസിനിൽ കാണുന്ന പ്രത്യേകത? ആർ യു പ്രിപ്പയറിംഗ് ഫോർ എക്സാമിനേഷൻ? അപ്പൊ ഒരു ചോദ്യം ആയില്ലേ, ഒരു ചോദ്യം ചോദിക്കാം. ഓക്കെ, എപ്പോഴും നമ്മൾ ആ ഒരു സംഗതിയിൽ നിന്നാണ് പ്രതികളെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ,
ഒരു വാക്ക് അബദ്ധത്തിൽ പറഞ്ഞു പോയാൽ മതി, അതിന്റെ ഉള്ളിൽ നിന്നായിരിക്കും അടുത്ത ചോദ്യങ്ങൾ ചോദിച്ച് അവർ ശരിയിലേക്ക് എത്തുക. ഈ ഏത് എത്ര നല്ല കൊലപാതകം വിദഗ്ധമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും ഒരു തെളിവ് അറിയാണ്ട് അവശേഷിക്കുമെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് ഗോഡ്സ് ഹാൻഡ്. അതിനാണ് നമ്മൾ ഗോഡ്സ് ഹാൻഡ് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ കരം. അത് അവിടെ വർക്ക് ചെയ്യും. ഒരെണ്ണം എത്ര ക്ലിയർ ആയിട്ട് ചെയ്താലും ഒരബദ്ധം പറ്റും. അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എത്ര പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും ഒരബദ്ധം പറ്റിയിരിക്കും അറിയാണ്ട്. പിന്നീട് നമുക്കത് മനസ്സിലാവും. യെസ്, ഓക്കെ. അപ്പൊ യുവർ പെർഫോമൻസ് ദാറ്റ് വാസ് വെരി ഗുഡ്. അപ്പൊ നമുക്ക് അടുത്ത ഒരു വിഷയവും അടുത്ത ഒരു ടെൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. സോ വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ. താങ്ക് യു സർ.